ഒരു കാരണത്താൽ ഈ വാഹനത്തിന് പിറകിൽ കുറച്ചധികം യാത്രക്കാരുണ്ടായിരുന്നെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നത് അസാധ്യമാണ് എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. കാരണം ഈ വാഹനത്തിന്റെ ഡോറുകളടക്കം ലോക്കായി. അത് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാഹചര്യത്തിലാണ് അവിടെ കാർ ഉയർത്തുന്നത്. നോക്കൂ, രണ്ടുപേർ താഴെ ഇറങ്ങി നിൽക്കുകയാണ്. ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് യന്ത്രം ഉപയോഗിച്ച് വലിച്ചു കയറ്റുകയാണ്. വലിയ ശ്രമകരമായൊരു ദൗത്യമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്. അവിടെ സഹായിക്കാൻ ആരെങ്കിലും എത്തിയിരുന്നോ? ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടോ? ഇത് എത്ര നേരമായി എല്ലാവരും കൂടി കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ആ കാർ ഇപ്പോൾ കരയിലേക്ക് വലിച്ചു കയറ്റിയിരിക്കുന്നത്. വെള്ളത്തിലിറങ്ങിയാൽ, ഈ മഴക്കാലത്തിറങ്ങിയാൽ എലിപ്പനി ഉൾപ്പെടെ എന്തൊക്കെ ഭീതിയാണ് നമ്മുടെ നാട്ടിൽ. അതിനിടയിലുമാണ് ആളുകൾ അവിടെ ഒരു ശ്രമകരമായ ജോലി ചെയ്യുന്നത്. രതീഷ്, ആളുകൾ പറയുന്നത് രാവിലെ ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് ഫയർഫോഴ്സിനെ കിട്ടിയില്ല. അതുകൊണ്ട് നാട്ടുകാർ തന്നെ ഇടപെടുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കതിന്റെ കൂടുതൽ ഫയർഫോഴ്സിനെ വീണ്ടും ശ്രമിച്ചിരുന്നോ എന്നതറിയില്ല. രാവിലെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല എന്ന് തന്നെ ആളുകൾ പറയുന്നു. നമ്മളിപ്പോ കാണുന്ന കണ്ടോ, ഇത് ഈ ആളുകൾ നിൽക്കുന്നത് നേരെ മുന്നിൽ തോടാണ്. രതീഷ്, നേരത്തെ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോ നമ്മൾ വിചാരിക്കുന്നത് കുറച്ചുകൂടി മുന്നിലാണ് ഈ തോടുള്ളത്, അതുകൊണ്ട് അപകടമില്ല എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമേ വീട്ടിലേക്ക് കയറാനുള്ള ഒരു സംവിധാനമുള്ളൂ. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് മാത്രമേ വീട്ടിലേക്ക് കയറാൻ സംവിധാനമുള്ളൂ. ബാക്കിയൊക്കെ തോടാണ്. അതുകൊണ്ട് ആളുകൾ വീഴാനുള്ളൊരു സാഹചര്യമുണ്ട്. വെള്ളത്തിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് കണ്ടറിയാം. ഈ വെള്ളത്തിലൊക്കെ നിന്നാണ് ആളുകൾ ഇത്രയും നേരം രക്ഷാപ്രവർത്തനം നടത്തിയത്. കാർ എന്തായാലും പൂർണ്ണമായും കരയിലേക്ക് ഇപ്പോൾ കയറ്റിയിട്ടുണ്ട്. അത് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ ആ കാറ് പൂർണ്ണമായും നമുക്കറിയാം, അത് ഇത്രയും മണിക്കൂർ വെള്ളത്തിൽ കിടന്നൊരു വാഹനത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ആ ഡ്രൈവർക്കുണ്ടായ നാശനഷ്ടം അത് വലുതാണ്. ആളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മനുഷ്യരാണ്, ഈ നാട്ടുകാരാണ് മണിക്കൂറുകളായി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഇതിന്റെ ഒരു അപകടം രതീഷ് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കും. ക്യാമറ കണ്ട, അതായത് ഇത് ആ റോഡിൽ നിന്നാണ് കാറ് വന്നുകൊണ്ടിരുന്നത്. വന്ന് ഈ വലതു ഭാഗത്തേക്കായിരുന്നു കാറ് പോകേണ്ടിയിരുന്നത്. പക്ഷേ ഡ്രൈവർ തിരിക്കാൻ വേണ്ടി ഇടതുഭാഗത്തേക്ക് കാർ എടുത്തു. സ്വാഭാവികമായും ഈ വെള്ളം കണ്ടാൽ ഇവിടെ തോടാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലാകില്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ